കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ കൂടിച്ചേരൽ കൂടിയാണ് തൃശൂർ പൂരം. തിരുവമ്പാടിയും പാറമേക്കാവും മാത്രമല്ല ഘടകപൂരങ്ങളുമായെത്തുന്ന ദേശങ്ങളും തലയെടുപ്പുള്ള ആനകളെയാണ് തിടമ്പേറ്റുന്നതിനായി മുന്നിൽ നിർത്തുക. വിരിഞ്ഞ മസ്തകം, വിസ്താരമേറിയ ചെവി, നീണ്ടുവളർന്ന നേർത്ത കൊമ്പുകൾ, കണങ്കാൽ വരെ ഇറങ്ങിക്കിടക്കുന്ന വാൽ, നിലത്ത് ചുരുട്ടിയിഴയുന്ന തുമ്പിക്കൈ, നീളമുള്ള കാൽ തുടങ്ങിയ ലക്ഷണമൊത്ത ആനകളാണ് പൂരത്തിന് അണിനിരക്കുക. നല്ല തലയെടുപ്പുള്ള കൊമ്പന്മാർ കുളിപ്പിച്ച് സുന്ദരനാക്കി ക്ഷേത്രത്തിന് മുമ്പിൽ ഇവരെ കൊണ്ടു നിർത്തുമ്പോൾ തലയെടുപ്പ് ഒന്നുകൂടി ഉയരും. നെറ്റിപ്പട്ടവും ആഭരണങ്ങളും ചാർത്തുമ്പോൾ കൊമ്പന്മാർ ഗമയിലങ്ങനെ നിൽക്കും. പൂരം ആനകളുടേതു കൂടിയാണ്. നമുക്ക് പൂരത്തിലെ ആനകൾ എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവുള്ള ഒരു കുട്ടി തൊട്ട് വയസ്സായ വാർദ്ധക്യകാലം ബാധിച്ച ആൾക്കാർ പോലും ആന എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിലും, അത് പ്രത്യേകിച്ച് തൃശ്ശൂർ നമ്മൾ പറയും ഒരു ആനയെ കണ്ടു കഴിഞ്ഞാൽ നോക്കാൻ കാലത്ത് ഒരു യുവാവും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വയസ്സായ ആളുണ്ടാവില്ല, ഒരു കൊച്ചു പോലും ഉണ്ടാവില്ല. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മുതൽ തിരുവമ്പാടിക്ക് തിടമ്പേറ്റുന്ന തിരുവമ്പാടി ശിവസുന്ദറും, പാറമേക്കാവിന് തിടമ്പേറ്റുന്ന പാറമേക്കാവ് പത്മനാഭനും തുടങ്ങി 100-ലേറെ കരിവീരന്മാരാണ് പൂരത്തിൻ്റെ അഴകാവുന്നത്. ഈ കൊമ്പന്മാർ കുളിക്കുന്നതും കഴിക്കുന്നതും തുടങ്ങി ഇവരുടെ ഓരോ ചലനവും നോക്കി നിൽക്കുന്നത് തന്നെ രസമുള്ള കാഴ്ചയാണ്. പൂരത്തോളം രസമുള്ള കാഴ്ച. മേളവും വെടിക്കെട്ടും കുടമാറ്റവും മാത്രമല്ല, ഗജകേസരികളെ കാണാൻ കൂടിയാണ് പൂരപ്രേമികൾ ഇവിടെ എത്തുന്നത്. ന്യൂസ് 18 തൃശൂർ.